ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവശക്തനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ആരാധിച്ച് ജയമെടുക്കുവാനും ഭാഗ്യം ലഭിച്ചവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹോളിനകത്തായിരിക്കുന്നവർ മാത്രമല്ല, ലൈവിൽ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതികളിൽ വസിക്കുന്നവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ, ഈ പകലിലെ മന്യഭാഷകളിൽ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൂതന്മാരുടെ ഭാഷകളിൽ, സ്വർഗീയ ഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി സർവശക്തനായ ദൈവത്തിന് മഹത്വം. ഓ റിധാന ഷഖാരധരേ ഷന്ധാരകൻ യേശുവിൻ നാമത്തിൽ സ്തുതി ഉയരട്ടെ, സ്തോത്രം ഉയരട്ടെ. അന്തരീക്ഷം സ്തുതി മുഖരിതമാകട്ടെ. നമ്മുടെ രാജാവ് പ്രവേശിക്കുക, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുക. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ഓ റിധാന ഷഖാരധരേ ഷന്ധാരകൻ യേശുവിൻ നാമത്തിൽ കർത്താതി കർത്താവ്, രാജാതി രാജാവ് അതെ നമ്മുടെ മധ്യ പ്രവേശിക്കുക. ഓ റിധാന ഷഖ യേശുവിൻ നാമത്തിൽ. നാന്ദി കർത്താവേ, നാന്ദി യേശുവേ. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, മഹത്വം കൊടുത്തിയാട്ടെ. നമ്മെ ഒരാഴ്ച മുഴുവൻ കാത്തു പരിപാലിച്ച നമ്മോട് കൂടിരുന്ന നല്ല കർത്താവിനെ, കരഞ്ഞ് തളർന്നു പോകാതെ നമ്മെ കരം പിടിച്ച് പരിപാലിച്ച സർവശക്തനായ ദൈവത്തെ ഈ പകലിലും മടികൂടാതെ സ്തുതിച്ചാട്ടെ. നമ്മുടെ യാത്രകളിൽ കാത്തു പരിപാലിച്ച നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. രാത്രികളിൽ നാം അവസാനിച്ചു പോകാതെ പുതിയ പ്രഭാതങ്ങളെ നമുക്കായി ഒരുക്കി തന്ന സർവശക്തനായവനെ ഈ നല്ല പകലിലും സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി രാജാവേ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങളങ്ങ് ഈ പകലും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ഈ നല്ല പ്രഭാതത്തിൽ നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് ഹോളിനകത്തായിരിക്കുന്നവരെ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്തുതി മുഖരിതമായൊരു അന്തരീക്ഷം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തുതിക്കുവാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത്. ആരാധിക്കുവാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത്. കാരണം ആമേൻ, സ്തോത്രം, നമ്മൾ ഇതിനകത്ത് പ്രാർത്ഥനയോടെ സ്തുതിയോടെ ആയിരിക്കുമ്പോൾ നമ്മൾ കാണാത്ത അദൃശ്യ മണ്ഡപത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സ്തോത്രം, ഒരു വശത്ത് ആമേൻ, സ്തോത്രം, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൗഢ ഗംഭീരനായ ഒരു പിതാവ്, വാത്സല്യനിധിയായ ഒരു പിതാവ്, സ്നേഹനിധിയായ ഒരു പിതാവ്. ആമേൻ, ആ പിതാവ് ഒരു വശത്ത് നിൽപ്പുണ്ട്, നമ്മെ ഇങ്ങനെ അഭിമാനത്തോടെ നോക്കുന്നുണ്ട്. ആ പിതാവിന്റെ മനസ്സിൽ ഉള്ളത് ഇതാണ്: എൻ്റെ മക്കൾ, എൻ്റെ പ്രിയ മക്കൾ, ഞാൻ എൻ്റെ സ്വന്തം പുത്രനെ നൽകി വീണ്ടെടുത്ത എൻ്റെ മക്കൾ, എന്നെ വിശ്വസ്തയോടെ സേവിക്കുന്ന എൻ്റെ മക്കൾ, എൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന എൻ്റെ മക്കൾ എന്ന അഭിമാന ബോധത്തോടെ നിൽക്കുന്ന സ്നേഹനിധിയായ പ്രൗഢ ഗംഭീരനായ ഒരു പിതാവ്. മറുവശത്ത് അപവാദിയായ പിശാച്. ശ്രദ്ധിക്കണമേ, ഒരു വശത്ത് പിതാവായ ദൈവം സർവ സ്നേഹവും വെളിപ്പെടുത്തി മക്കളിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. മറുവശത്ത് പിശാച് ഒരു വീഴ്ച കണ്ടെത്തുവാൻ, ഒരു കുറ്റം കണ്ടെത്തുവാൻ, നമ്മുടെ പിതാവിന്റെ ഹൃദയം ഒന്ന് ഉടയുന്നത് കാണുവാൻ നിൽക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ഒരു വശത്ത് പിതാവുണ്ട്, ഒരു വശത്ത് ആമേൻ പിശാചുണ്ട്. നടുക്ക് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനുണ്ട്. ആ മകന്റെ പേര് നമ്മളെ പോലെ യോബ് എന്നാണ്. ആമേൻ, സ്തോത്രം. അപ്പന്റെ ഹൃദയം പിടിക്കുന്നുണ്ട്, അപ്പന്റെ ഓരോ നോട്ടത്തിലും അഭിമാനം സ്ഫുരിക്കുന്നുണ്ട്. അപ്പൻ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട്. ഇവൻ എൻ്റെ മകൻ. എന്തൊക്കെ ഇവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഇവന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഏതൊക്കെ കഷ്ടതയുടെ കഠിനതയിലൂടെ ഇവൻ കടന്നു പോകേണ്ടി വന്നാലും, എന്നെ തള്ളി പറഞ്ഞ് ഇവൻ മാറിപ്പോകത്തില്ല. കേൾക്കണമേ, എന്നെ വിട്ട്, എന്നെ ഉപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ അവിശ്വസ്തയോടെ ഇവൻ ഒരു വാക്ക് പറയത്തേ ഇല്ല. എന്നാൽ പിശാച് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവമേ. അവന്റെ ജീവിതത്തിൽ അല്പം കഷ്ടതയൊന്ന് നീ കൊടുത്തു നോക്ക്, അവന്റെ വേലിയൊന്ന് നീ പൊളിച്ചു നോക്ക്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അവന്റെ വേലിയൊന്ന് നീ പൊളിച്ചു നോക്ക്. അവനെ നീ കഷ്ടതയിലൂടെ ഒന്ന് കയറ്റി വിട്ട് നോക്ക്. അപ്പോഴറിയാം അവന്റെ സ്തോത്രം സ്വഭാവം
മാറുന്നത്, അവന്റെ സ്വഭാവം മാറുന്നത്. അപ്പോഴും വാത്സല്യനിധിയായ പിതാവ് അഭിമാന പുരസ്കരം നിൽക്കുകയാ. ആ പിതാവിനറിയാം എന്തൊക്കെ വന്നാലും ആരൊക്കെ പിന്മാറിപ്പോയാലും എൻ്റെ പ്രിയമകൻ എന്നെ പിന്മാറി പോകത്തേ ഇല്ല. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, അയ്യോബിനെ പോലെ വിളിച്ചു പറയുവാൻ കഴിയുമോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണും. സകലതും നഷ്ടപ്പെട്ടു പോയിട്ടും, കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ടും, മക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടും, വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയിട്ടും, മാനവും അഭിമാനവും നഷ്ടപ്പെട്ടിട്ടും, സ്നേഹിക്കേണ്ട ഭാര്യ ഒറ്റപ്പെടുത്തി കളഞ്ഞു പോയിട്ടും, ആമേൻ സ്തോത്രം, സ്നേഹിതന്മാർ ഉപദ്രവിച്ചിട്ടും നിന്ദിച്ചിട്ടും അപമാനിച്ചിട്ടും ചൊറിഞ്ഞു വീഴുന്ന ശരീരം അടർന്നു പോകുന്നത് കണ്ട് തളർന്നു പോകാതെ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ആമേൻ. അതേ, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ദൈവത്തെ നീ കാണുമെന്ന് അതേ ഇന്നായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ നിനക്ക് കഴിയുമെങ്കിൽ അതേ നീ അവന്റെ സ്തോത്രം വിസിറ്റേഷൻ അനുഭവിക്കുവാൻ പോകുക. ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ സന്ദർശിക്കുവാൻ പോകുക. ദൈവം നിന്റെ ഭവനത്തെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ആ അപ്പന്റെ മക്കൾ ഉച്ചത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പിറുപിറുപ്പ് വന്ന വായിൽ നിന്ന് സ്തോത്രം, പിന്മാറ്റത്തിന്റെ ശബ്ദങ്ങൾ വന്ന വായിൽ നിന്ന്, മത്സരിച്ചു പോയ വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും മുഴങ്ങട്ടെ. നീ എൻ്റെ ദൈവം, നീ എന്നും എന്നേക്കും എൻ്റെ ദൈവം. ഏത് കഷ്ടതയിലും ഏത് പ്രതിസന്ധിയിലും നീ അല്ലാതെ എനിക്ക് ആശ്രയിക്കുവാൻ മറ്റാരുമില്ല. നീ അല്ലാതെ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. അത് സ്തോത്രം ഭക്തന്റെ അനുഭവമാണ്. ആമേൻ, സ്തോത്രം. നോക്കൂ, ഇതേ അനുഭവത്തിലായിരിക്കുന്ന 3 വ്യക്തികളെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ശദ്രക്, മേശക്, അബേദ്നെഗോവ്. അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാബിലോണിയയിൽ അവർ ആയിരിക്കുകയാണ്. ഒരു വശത്ത് സർവശക്തനായ ദൈവമുണ്ട്, അവർ കാണുന്നില്ല. മറുവശത്ത് പിശാചുണ്ട്. പിശാച് ദൈവത്തോട് വാദിച്ചു കൊണ്ടേയിരിക്കുന്നു. ചൂളയുടെ ചൂട് കൂടുമ്പോൾ ഇവർ നിന്നെ തള്ളിപ്പറയും. ആമേൻ. പ്രശ്നം കടുക്കുമ്പോൾ ഇവർ നിന്നെ തള്ളിപ്പറയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 17-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഭക്തന്മാരുടെ ശബ്ദം ഇടറിയില്ല, അവരുടെ ശബ്ദം താണുപോയില്ല. അതേ ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞു, ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ദൈവം തന്നെ ഞങ്ങളുടെ ദൈവം. ഈ ദൈവം തന്നെ. ഈ തീയിൽ വീണ് ഞങ്ങൾ വെന്തുപോയാലും, ഈ തീയിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചാലും ഞങ്ങളുടെ ദൈവത്തെ വിട്ടിട്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. നിന്റെ ശബ്ദം ഉയരുമെങ്കിൽ തീക്കകത്തിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നീ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് എനിക്കറിയത്തില്ല ഈ പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം ചിലർ തിരിച്ചറിയുക. തീച്ചുള കണ്ട് ഭയന്നായിരിക്കുന്ന ചിലർ, വലിയ പ്രശ്നങ്ങൾ കണ്ട്, വലിയ പ്രതിസന്ധി കണ്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ തളർന്നായിരിക്കുന്ന ചിലർ ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിൻ നാമത്തിൽ ആമേൻ, താങ്ക് യു ലോർഡ്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ തീച്ചുളക്കകത്ത് കർത്താവിനെ കണ്ടതുപോലെ നിന്റെ പുറത്തെയുള്ള കണ്ണടച്ച് നീ കാണ്, എന്റെ ദൈവം ആ തീച്ചുളക്കകത്ത് ഇറങ്ങി നിൽക്കുന്നത്. യേശുവിൻ നാമത്തിൽ. നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം യോബിനെ വിടുവിക്കുവാൻ ചുഴലിക്കാറ്റിൽ, യേശുവിൻ നാമത്തിൽ ആ ദൈവം നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ നിനക്കൊപ്പമുണ്ട്. നീ ആയിരിക്കുന്ന കരയുന്ന, നിരാശപ്പെടുന്ന, വേദനപ്പെടുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസത്തിന്, ഭക്തന്റെ വിശ്വാസത്തിന് ഒരു കുറവും വരുന്നതേയില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഈ ലോകത്തിലെ ഒന്നുമായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആമേൻ. ഈ ലോകത്തിലെ ഒരു വ്യക്തിയുമാകരുത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ ലോകത്തിലെ എന്തെങ്കിലും സംഭവങ്ങളാകരുത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത് വിശുദ്ധ വേദ പുസ്തകമായിരിക്കണം. ആമേൻ. വിശുദ്ധ വേദ പുസ്തകമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ഈ കാലഘട്ടത്തിലെ ശദ്രക്കായി, ഈ കാലഘട്ടത്തിലെ മേശക്കായി, ഈ കാലഘട്ടത്തിൽ അബേദ്നെഗോവായി, ഈ കാലഘട്ടത്തിലെ സ്തോത്രം ദാനിയേലായി നിങ്ങളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ കാലഘട്ടത്തിലെ ഇയ്യോബായി നിങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. വിശ്വാസം അതേ സ്തോത്രം വേദ പുസ്തകത്തിൽ തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. പലപ്പോഴും വലിയ പ്രതിസന്ധികൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കടന്നു വരുന്നത് പോലെ ഒരുപക്ഷെ ഞാൻ പറയും, ആമേൻ, സ്തോത്രം, പലരുമായി താരതമ്യപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ വിധത്തിൽ പറയുവാൻ കഴിയും. ഞങ്ങളിങ്ങനെ ചിന്തിക്കും,
ചിന്തിക്കാറുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തിലുള്ളതിനേക്കാൾ പ്രശ്നമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നിട്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായിരുന്നിട്ട്, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരായിരുന്നിട്ട് ആമേൻ, ഈ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ. പ്രശ്നം ഇല്ല എന്ന് ചിന്തിക്കുന്ന മൂഢരല്ല, ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ആമേൻ, അത് എത്രത്തോളം വലുതാണെന്നും ഞങ്ങൾക്കറിയാം. എങ്കിലും ആമേൻ, പ്രശ്നം ഇങ്ങനെ അടിക്കടി കടന്നു വരുമ്പോൾ ഞങ്ങൾ അറിയാതെ ചിന്തിച്ചു പോകും. ആമേൻ, സ്തോത്രം. എന്തുകൊണ്ട് ആ പ്രശ്നം മാറി സ്വസ്ഥമായി സമാധാനമായി ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല? ഞങ്ങൾ മനുഷ്യരെ നോക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്ന ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയിരുന്നെങ്കിൽ എന്നേ ഞങ്ങൾ വീണുപോയേനെ. ആമേൻ, എന്നേ ഞങ്ങൾ പരിപാടി മതിയാക്കി പോയേനെ. ഇവിടെ ഞങ്ങൾക്ക് മുൻപിൽ നിന്ന് നടത്തുവാൻ ശക്തന്മാരായ സാക്ഷ്യമുള്ള ഹീറോസ് വേദപുസ്തകത്തിനകത്തുണ്ട്. ആമേൻ, ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രാപിച്ചവർ, അത്ഭുതങ്ങളെ കണ്ടവർ വേദപുസ്തകത്തിനകത്തുണ്ട്. ഒരുപക്ഷേ അവിധത്തിൽ അങ്ങനെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടില്ലാത്തൊരു സാക്ഷിയെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ, 38 വർഷം ഒരുത്തൻ ഒരേ കിടപ്പ് കിടക്കുക. 38ാമത്തെ വർഷം സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അവനോട് ചോദിക്കുക, നിനക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ? 2 വാക്ക് ഉത്തരമായി പറയുക, ഞാൻ ഇറങ്ങുന്നുമ്പേ വേറെ ആരെങ്കിലും ഇറങ്ങും. ആമേൻ, അടുത്തൊരു വാക്ക്, ആമേൻ, സ്തോത്രം, എന്നെ അകത്ത് ആദ്യം കൊണ്ടെത്തിക്കുവാൻ ആരും ഇല്ല. ആമേൻ, 38 വർഷമായിട്ടും ഇവിടെ എനിക്ക് കിട്ടത്തില്ല എന്നൊരു അഭിപ്രായം ആ മനുഷ്യനില്ല. അത്ഭുതം നടക്കത്തില്ല എന്നൊരു അഭിപ്രായം ആ മനുഷ്യനില്ല. എന്നെ എടുത്തിറക്കാൻ ആളില്ല. ആമേൻ, എനിക്ക് മുമ്പേ ചിലർ പോകുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, 38 വർഷം, ആമേൻ, 38 വർഷം ഈ അത്ഭുതം എനിക്കുള്ളതല്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ല. ഇതെനിക്ക് കിട്ടത്തില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ല. എങ്കിൽ ആ മനുഷ്യൻ അവിടെ നിന്ന് പോയേനെ. ആമേൻ, ഇഴഞ്ഞും വലിഞ്ഞും പോയേനെ. പക്ഷെ അവനറിയാം അവിടെ നടക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്ന് എന്റേതാണ്. ആമേൻ, ഞാനൊരു അത്ഭുതം കാണും. എന്നെ ആ വെള്ളത്തിൽ എടുത്തിറക്കുവാൻ ഒരു ദിവസം ഒരുത്തൻ വരും. ആമേൻ, ഒരു ദിവസം ഞാൻ ആദ്യം ഇറങ്ങും. ആമേൻ, ഒരു പ്രഭാതത്തിൽ ഞാൻ ആദ്യം ഇറങ്ങും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രഭാതത്തിൽ ഞാൻ ആദ്യം ഇറങ്ങും. വിശ്വാസം. ആമേൻ, ഓ സ്തോത്രം. ഓരോ ദിവസം കഴിയുന്തോറും, ഓരോ സമയം കഴിയുന്തോറും തന്നെ തേടി വരുവാൻ ആളില്ല, തന്നെ എടുത്തിറക്കുവാൻ സഹായികളില്ല. തന്റെ മസിൽ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. കിടക്കുന്നിടത്തു നിന്ന് നരങ്ങിപ്പോലും നീങ്ങുവാൻ കഴിയാത്ത അവസ്ഥ, വല്ലാത്ത ഭയാനകമായ അവസ്ഥ മാറുന്നുണ്ട്. പക്ഷെ വിശ്വാസം ചോർന്നു പോകുന്നില്ല. അവനറിയാം, ഒരു നാൾ എന്നെ എടുത്തിറക്കുവാൻ ആരോഗ്യമുള്ള ഒരുവൻ വരും. ഒരു നാൾ എനിക്ക് മുമ്പേ എത്തുന്നവരെ തോൽപ്പിച്ച് ഞാൻ മുൻപേ ഇറങ്ങും. ഞാൻ സൗഖ്യത്തോടെ മടങ്ങും. അവന്റെ വിശ്വാസത്തെ കണ്ട് ദൂതനോട് വെയിറ്റ് ചെയ്യുവാൻ പറഞ്ഞൊരു ദൈവമല്ല, അവന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവം. ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ ഒരു അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സർവശക്തനായ എൻ്റെ ദൈവം നിങ്ങളുടെ മധ്യേ ഇറങ്ങി വരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വേദനകൾക്ക് അറുതി വരുത്തുവാൻ, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന ചില നിന്ദയ്ക്ക്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന അപമാനത്തിന്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന തലകുനിയലിന്റെ അനുഭവത്തിന്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന രോഗത്തിന്, വർഷങ്ങളായി നീ അനുഭവിക്കുന്ന കടത്തിന് അറുതി വരുത്തുവാൻ സർവശക്തനായ ദൈവം, അതെ, നീ പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു അത്ഭുതം. ഓ ആരീധന ശഖാരതരെ ശന്ധാരകന. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആകാരമൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കയിൽ കമിഴ്ന്നു വീണോ ചരിഞ്ഞോ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നതിന് മുമ്പ് വേദപുസ്തകവുമായിട്ട് ഇരിക്കണം. സ്തോത്രം. എന്നിട്ട് ആ മനുഷ്യന് ഒപ്പമൊന്ന് സഞ്ചരിച്ച് നോക്കണം. 1-2 38 വർഷം മറിച്ചിട്ട് കിടന്നുറങ്ങരുത്. ഉറക്കം വരുന്നില്ലെങ്കിൽ വീണ്ടും എഴുന്നേൽക്കണം. അബ്രഹാമിന്റെ കൂടെ സഞ്ചരിക്കണം. ആമേൻ. 1-2 25 വർഷം നിർത്തിപ്പോകരുത്. യോസെഫിനോട് കൂടെ പോകണം. ആമേൻ. നീണ്ട വർഷങ്ങൾ. ദാവീദിനോട് കൂടെ നടക്കണം. വർഷങ്ങൾ ഒത്തിരി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു പോയി. കഷ്ടങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, വെല്ലുവിളികൾ വന്നു. പക്ഷേ ദൈവം വരാതിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം വരാതിരുന്നില്ല. കാലം കഴിഞ്ഞു പോകും, സാഹചര്യം മാറും, അവസ്ഥകൾ മാറും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വരാതിരിക്കത്തില്ല. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വരും. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ, നിന്റെ പ്രത്യാശ നശിച്ചു പോകാതിരിക്കുവാൻ, രക്ഷയുമായി, ഓ സ്തോത്രം, നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. അല്പസമയത്തെ വചന ധ്യാനത്തിനായി ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ശക്തീകരിക്കപ്പെടുവാൻ, ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ഏറെ പ്രാപിച്ചു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആ ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറട്ടെ. വചനം ഇതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി
കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല പകലിലും ഞങ്ങൾ സ്തുതിയോടെ സ്തോത്രത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു. ഞങ്ങളായിരിക്കുന്ന അന്തരീക്ഷം സ്തുതി മുഖരിതമായ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പിൽ തുറന്ന സ്വർഗവും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുന്ന കർത്താവേ, വന്നതുപോലെ അല്ലാത്തൊരു മടക്കം, പ്രാപിച്ചൊരു മടക്കം ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്വന്തം കണ്ണാലെ അങ്ങയെ കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇവരോട് സ്വർഗമേ അങ്ങ് മനസ്സലിയണമേ കർത്താവേ. ഇവരിൽ വ്യക്തിപരമായ ദൈവിക സ്തോത്രം സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് എഴുന്നേൽക്കട്ടെ അപ്പാ. അങ്ങ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവർ ഇന്ന് പകലിൽ എഴുന്നേൽക്കട്ടെ കർത്താവേ. അങ്ങയോട് സംസാരിച്ച് ഇന്ന് പലരും അന്യഭാഷകൾ അങ്ങയോട് സംസാരിച്ച് തുടങ്ങട്ടെ കർത്താവേ. ഇന്ന് തളർന്നിരിക്കുന്ന പലരും ചാടി തുള്ളി നൃത്തം ചെയ്ത് അങ്ങയെ സ്തുതിച്ച് തുടങ്ങട്ടെ അപ്പാ. ഇന്ന് വചനത്തിലൂടെ അങ്ങ് ഇവരെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ കർത്താവേ. വചനമയച്ച് ഇവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ബന്ധനങ്ങളെ അഴിച്ച് കെട്ടുകളെ പൊട്ടിക്കണം അപ്പാ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തിയായിരിക്കുന്ന ജനം രക്ഷ പ്രാപിച്ച സന്തോഷത്തോടെ എഴുന്നേൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ അടിയനെയും സ്വയം സമർപ്പിക്കുന്നു കർത്താവേ. കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയാട്ടെ. ഉടഞ്ഞ പാത്രം ബോധിച്ചതുപോലെ പണിത് മനോഹരമാക്കി സാക്ഷ്യമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർക്കുന്ന ആ ദൂത് നിങ്ങളോട് അറിയിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ആ ദൂതന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്കുള്ള കൂലിയും പ്രതിഫലവും. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾക്കുള്ള കൂലിയും പ്രതിഫലവും. ഒരു ദൂത് നിങ്ങൾക്കായി കൈമാറട്ടെ. ഇതാ നിന്റെ രക്ഷ വരുന്നു. ആമേൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കാത്തിരുന്ന രക്ഷ വരുന്നു. ആമേൻ. ലോകത്തിൽ നിന്ന് നീ പ്രതീക്ഷിച്ച് ലഭിക്കാത്ത രക്ഷ നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിന്റെ വേണ്ടപ്പെട്ടവരിൽ നിന്ന്, നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ബന്ധുജനങ്ങളിൽ നിന്ന് നിനക്ക് ലഭിക്കാത്ത രക്ഷ ഇതാ വരുന്നു. ആമേൻ. ഇത് രക്ഷയുടെ ദിവസമത്രേ. നിന്നെ രക്ഷിക്കും സർവശക്തനായ ദൈവം ഭക്തന്മാരെ തേടി ഇറങ്ങി വന്നതുപോലെ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദിവസം. അതെ, ഇത് നിന്റെ രക്ഷയുടെ ദിവസം. ആമേൻ. ഇന്ന് എന്റെ ദൈവം എന്നെ രക്ഷിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി വിളിച്ചു പറയും, ഇന്ന് എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ഇന്ന് എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ഇന്ന് എന്റെ രക്ഷയുടെ ദിവസം. ഇന്ന് എന്റെ സന്തോഷത്തിന്റെ ദിവസം. ഇന്ന് എന്റെ ആനന്ദത്തിന്റെ ദിവസം. ഇന്ന് എന്റെ ഹോഷത്തിന്റെ ദിവസം. ആമേൻ. ഹല്ലേലൂയ. ആ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആ വാക്യത്തിന്റെ അവസാനം, അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. ആ രക്ഷ ദൈവത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ലഭിക്കാതെ പോയ ആ രക്ഷ ദൈവത്തിൽ നിന്ന്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലൂസ് എന്ന മരുഭൂമിയിൽ വേണ്ടപ്പെട്ടവരും ചാർച്ചക്കാരുമില്ലാതെ ഒറ്റപ്പെട്ടവനായി അർദ്ധരാത്രിയിൽ, ഞാൻ ചിന്തിക്കുന്നു യാക്കോബ് എന്നൊരു ഭക്തനായിരുന്ന സ്ഥാനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും അവന്റെ പ്രിയപ്പെട്ട അമ്മയില്ലാത്ത ഒരു സ്ഥാനത്ത് അവൻ ഉറങ്ങുന്നത്. അമ്മയില്ലാത്ത സ്ഥാനത്ത്, അപ്പനില്ലാത്ത സ്ഥാനത്ത്, ശത്രുവായി തീർന്നെങ്കിലും സഹോദരനില്ലാത്ത സ്ഥാനത്ത്, ദാസന്മാരും ബന്ധുജനങ്ങളും ഇല്ലാത്ത സ്ഥാനത്ത്. അർത്ഥം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ഒറ്റപ്പെട്ട് ഉറങ്ങുന്ന അനുഭവം. ആമേൻ. വീട്ടിലല്ല, നാട്ടിലല്ല, പരിചയക്കാരുടെ മധ്യത്തിലല്ല, ലൂസ് എന്ന മരുഭൂമിയിൽ. ആമേൻ. ലൂസ് എന്ന മരുഭൂമിയിൽ തളർന്നും തകർന്നും പോകാതെ രക്ഷ ഉയരത്തിൽ നിന്ന് സ്വർഗം തുറന്ന് യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഒറ്റപ്പെട്ടായിരിക്കുന്ന, നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ആരുമില്ലാതെ, നിങ്ങൾക്ക് വിശദീകരിക്കുവാനുള്ളത് കേട്ട് മനസ്സിലാക്കുവാൻ ആരുമില്ലാതെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വ്യത പങ്കുവെക്കുന്നത് കേട്ട് നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ ആരുമില്ലാതെ, ഒറ്റയ്ക്ക് കരഞ്ഞു തളർന്നായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ നശിച്ചു പോകാതെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം തുറക്കുക. ഓ താങ്ക് യു ലോർഡ്. ലൂസ് എന്ന മരുഭൂമിക്ക് മുകളിൽ തുറന്ന സ്വർഗം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന രാജ്യത്ത് തുറക്കുക. നിന്റെ
നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ഭവനത്തിനകത്ത് തുറക്കുക. ആലയത്തിൽ സ്വർഗം തുറക്കുക. യേശുവിൻ നാമത്തിൽ ഈ പകലിൽ തളർന്നായിരിക്കുന്ന നിന്റെ ജീവിതത്തെ സ്തോത്രം ശക്തിമത്താക്കി തീർക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാതെ നിനക്കൊരു മടങ്ങി വരവൊരുക്കുവാൻ, അതേ നീ രക്ഷപ്പെടുവാൻ സ്വർഗം തുറക്കുക. ആമേൻ, ഹല്ലേലൂയ. സ്വർഗം തുറക്കുക. ആമേൻ, ഹല്ലേലൂയ. നോക്ക്, തുറന്ന സ്വർഗം നമ്മുടെ പലരുടെയും ജീവിതം കാണുന്നത് പോലെ ഒഴിഞ്ഞ കാര്യങ്ങളല്ല കാണുന്നത്. പിന്നെയോ തുറന്ന സ്വർഗത്തിൽ നിന്ന് ഗോവേണി ഇറങ്ങി വരുന്നു. തുറന്ന സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു, ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എന്തായിരിക്കാം ഈ ഇറങ്ങി വന്ന ദൂതന്മാർ യാക്കോബിനോട് പറഞ്ഞത്? എന്തായിരിക്കാം ഇവരിങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ആമേൻ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഓർത്തുകൊണ്ടിരുന്ന ദൂതന്മാർ തുറന്ന സ്വർഗത്തിലൂടെ ഭൂമിയിൽ തളർന്നു കിടക്കുന്ന യാക്കോബിനെ കണ്ടു. ആമേൻ, സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി വരുവാനായി തുടങ്ങി. ഇറങ്ങി വന്ന് യാക്കോബിനെ തട്ടി വിളിച്ച് മുകളിലേക്ക് നോക്കി, യാക്കോബേ, അവിടെ നിനക്കൊരു ദൈവമുണ്ട്. ആമേൻ, നീ ഭൂമിയിൽ പട്ടുപോകത്തില്ല. ഓരോ ദൂതന്മാരായി വന്ന് പറയുവാൻ തുടങ്ങി, അവൻ ആദ്യനും അവൻ അന്ത്യനുമാണ്. ഞങ്ങൾ അവനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾ അവനെ മഹിമപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അവൻ സ്വർഗത്തിൽ വസിക്കുന്നുണ്ട്. നീ അനാഥനല്ല. ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്കല്ല. ഈ രാത്രിയിൽ നീ തീർന്നു പോകത്തില്ല. ഈ രാത്രിയിൽ നീ അവസാനിച്ചു പോകത്തില്ല. ഈ രാത്രി നിന്റെ ജീവിതത്തിലെ ഏറ്റവും ദോഷകരമായ രാത്രിയായി തീരത്തില്ല. നീ മരിക്കുവാൻ തീരുമാനമെടുത്തായിരിക്കുന്ന ഈ രാത്രികൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും ദോഷകരമായി തീരത്തില്ല. പുതിയ പ്രഭാതങ്ങളെ നിനക്ക് തരുവാൻ തക്കവണ്ണം ദൂതൻ ഇറങ്ങി നിന്നോട് സംസാരിക്കുക. ഉയരത്തിലേക്ക് നോക്ക്, ഉയരത്തിലേക്ക് നോക്ക്. നിനക്കൊരു പിതാവുണ്ട്. ഇന്നലെ വരെ നിന്നെ കൈവിട്ട ലോകത്തിലെ മനുഷ്യരെ പോലെയല്ല, ലോകത്തിലെ സ്നേഹിതന്മാരെ പോലെയല്ല. ഉയരത്തിൽ നിനക്കൊരു പിതാവുണ്ട്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ രക്ഷിക്കുവാൻ സ്വർഗം തുറക്കും. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നേ. വേദപുസ്തകത്തിനൊപ്പം ജീവിക്ക്. നീ ബലപ്പെടുന്നത് അപ്പോഴാ. ആമേൻ, സ്തോത്രം. മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. അവൻ ചിരിക്കും, കരയും, കോമാളിത്തരം കാണിക്കും. അതല്ല, നീ വേദപുസ്തകത്തിനൊപ്പം ജീവിക്ക്. ദൂതന്മാർ തട്ടി ഉണർത്തിട്ട് യാക്കോബ് തട്ടി ഉണർന്ന് നോക്കുന്നത് എങ്ങോട്ടായിരിക്കും? പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. എന്താ, സഹോദരൻ വരുന്നുണ്ടോ? എന്റെ സഹോദരൻ പിന്നാലെ വരുന്നുണ്ടോ? ആമേൻ, പേടി. ആമേൻ, സ്തോത്രം. എന്റെ അമ്മ എവിടെ? പെട്ടെന്ന് എണീക്കുന്നതാ. എന്റെ അമ്മ എവിടെ? ചുറ്റും പരതി നോക്കും, അമ്മയെ കാണാനില്ല. കൂടാരത്തിന് വെളിയിൽ എൻ്റെ അപ്പൻ അവിടെ ഉണ്ടോ? ആടുമാടുകളുടെ ശബ്ദമുണ്ടോ? ദാസീദാസന്മാരുടെ ശബ്ദമുണ്ടോ? ഒന്നുമില്ല. പേടിച്ചു നോക്കുമ്പോ ദൂതൻ പറയും, നീ അങ്ങോട്ട് നോക്ക്. ആമേൻ, ഉയരത്തിൽ കണ്ടോ? സ്വർഗീയ പിതാവുണ്ട് നിനക്ക്. ആമേൻ. മരുഭൂമിയിൽ നീ അപ്പനെ കാണത്തില്ല. മരുഭൂമിയിൽ നീ സഹോദരനെ കാണത്തില്ല. മരുഭൂമിയിൽ നീ ദാസീദാസന്മാരെ കാണത്തില്ല. നീ ഏത് മരുഭൂമിയിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലായിരുന്നാലും, നീ ആയിരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. യേശുവിൻ നാമത്തിൽ ആ സ്വർഗം തുറക്കുക. നിന്റെ ജീവിതം മാറുവാൻ തക്കവണ്ണം, വർഷങ്ങളായുള്ള നിന്റെ അലച്ചിലിന് അറുതി വരുവാൻ തക്കവണ്ണം, ചില പിടിവലികൾക്ക് അറുതി യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ആമേൻ, സ്തോത്രം. 3 ആഴ്ചയായി, ആമേൻ, 3 ആഴ്ച കൊണ്ട് രക്ഷയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. 1 ഇഞ്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. 3 മെസ്സേജ് കഴിയുവാനുള്ള സമയമായി. ഈ തുടക്കത്തിൽ നിൽക്കുമ്പോഴും യാക്കോബിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു നിർത്തുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പിടിവലിയ. എന്തിനു വേണ്ടി? അനുഗ്രഹം പ്രാപിക്കണം. എവിടെ നിന്ന് തുടങ്ങിയതാ? അമ്മയുടെ ഉദരത്തിലേ തുടങ്ങിയതാ. എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം, എനിക്ക് നന്നായി ജീവിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. എനിക്കിങ്ങനെ നശിച്ചനുമായി ജീവിക്കണ്ട, എനിക്കിങ്ങനെ കരഞ്ഞും തളർന്നും ജീവിക്കണ്ട, എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് ജീവിക്കണ്ട, എനിക്കിങ്ങനെ ആരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ യേശുവിൻ നാമത്തിൽ രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം. അമ്മയുടെ ഉദരത്തിലേ തുടങ്ങിയ പിടിവലിയ, അമ്മയുടെ ഉദരത്തിലേ തുടങ്ങിയ പിടിവലിയ യേശുവിൻ നാമത്തിൽ
ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലായിരിക്കുമ്പോൾ മോഡേൺ മെഡിസിന് കീഴിലായിരിക്കുന്ന അമ്മമാർ സ്തോത്രം സഹിക്കുവാൻ കഴിയാത്ത വേദന വന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഗർഭത്തിൽ സഹിക്കുവാൻ കഴിയാത്ത വേദന വന്ന് സ്തോത്രം ആശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ എന്ത് പറയും? ആമേൻ സ്തോത്രം. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് എടുത്തു കളയാം. ആമേൻ. രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ചവിട്ട്, തമ്മിൽ പിടി, തമ്മിൽ ബഹളം. ഇവിടെ ഒന്ന് ചെറുതായി ചരിഞ്ഞ് മറിഞ്ഞാൽ തന്നെ വേണ്ടായിരുന്നു എന്ന് പറയുന്ന കാലത്ത് ആമേൻ രണ്ട് പിള്ളേർ ഉദരത്തിനകത്ത് ചവിട്ടുന്നു, ഉദരത്തിനകത്ത് തൊഴിക്കുന്നു, ഉദരത്തിനകത്ത് വലിക്കുന്നു. സ്തോത്രം പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന വേദന അമ്മയ്ക്ക് സമ്മാനിച്ചിട്ടും അത് നഷ്ടപ്പെട്ട് പുറത്തു പോകാതെ കാത്തു പരിപാലിച്ചത് അമ്മയുടെ ക്ഷമയല്ല, അപ്പന്റെ സ്നേഹമല്ല, സ്വർഗത്തിലെ അപ്പൻ അപ്പോഴേ സ്വർഗം തുറന്ന് കാവൽ നിന്നതുകൊണ്ടാ. ആമേൻ ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ യാക്കോബായിരുന്നത് പോലെ പിടിയും വലിയും കൂടി ആയിരിക്കുന്ന ചിലരുണ്ട്. അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് രക്ഷപ്പെടണം, ഈ ജീവിതം ഒന്ന് മാറണം, എനിക്ക് ചിലത് പ്രാപിച്ചെടുക്കണം. പിടിയും വലിയും കൂടി ആയിരിക്കുന്ന ചിലരെ കേൾക്ക്. ആര് വിചാരിച്ചാലും നിന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആര് വിചാരിച്ചാലും നിന്നെ വേണ്ടെന്ന് വെക്കുവാൻ കഴിയത്തില്ല. കാരണം സ്വർഗം തുറന്ന് ഒരുവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇസഹാക്കാരാ? ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്ക്. ആമേൻ സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിലെ ചരിത്രം എന്താ? ആമേൻ. എൽക്കാന എന്നൊരു നീതിമാനായ ഭക്തനായ മനുഷ്യനുണ്ട്. ഹന്നയുടെ ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ സ്തോത്രം. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? ആമേൻ ഹന്നയ്ക്ക് മക്കളുണ്ടായില്ല, ഓടിപ്പോയി പെനീനിയെ കല്യാണം കഴിച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ സ്തോത്രം ഇസഹാക്കിലേക്ക് നോക്ക്. ഇസഹാക്കിന്റെ ഭാര്യ ആമേൻ മച്ചിയായിരുന്നു. അതുകൊണ്ട് ഇസഹാക്ക് ഓടിപ്പോയി വേറെ ആരെങ്കിലും കെട്ടിയില്ല. വചനം പറയുന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ആമേൻ. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, തനിക്ക് വേണ്ടത് പ്രാപിച്ചെടുത്ത ഭക്തൻ. ആമേൻ. ഇസഹാക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആമേൻ. അവൻ മറ്റൊന്ന് തേടിപ്പോയില്ല. എന്താണോ തനിക്ക് വേണ്ടത് വേണ്ടിടത്തു തന്നെ നേടിയെടുത്തവൻ. ഇന്ന് പകലിലും ഇതിനകത്തുനിന്ന് ചില ഇസഹാക്കുമാർ എഴുന്നേൽക്കണം. ആമേൻ. ഓടിപ്പോകുന്നവരായിട്ടല്ല, ചിലത് പ്രാപിച്ചെടുക്കണം. ദൈവമേ, എനിക്ക് ചിലത് പ്രാപിച്ചെടുക്കണം, എനിക്ക് ചിലത് ആവശ്യമുണ്ട്, അതിന് പകരമായിട്ട് മറ്റൊന്നും പോരാ. ആമേൻ സ്തോത്രം. എനിക്ക് വേണ്ടതിന് പകരമായി മറ്റൊന്നിനും വേണ്ട. ഞാൻ മറ്റൊന്നിനെ തേടി പോകത്തില്ല. എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടണം. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു അവൻ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നവനായിരുന്നു. വചനം പറയുന്നു, നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളവനാണ്, അവൻ അനുസരണമുള്ളവനായിരുന്നു. അപ്പന്റെ ബലിക്കത്തിക്ക് മുമ്പിൽ ബലിയാടായി സ്വയം കെട്ടപ്പെട്ട് കിടന്നു കൊടുക്കുവാൻ തയ്യാറായവനാണ് ഇസഹാക്ക്. അനുസരണമുള്ളവൻ. അവന്റെ അനുസരണത്തിന്റെ അടിസ്ഥാനം സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചുള്ള തിരിച്ചറിവും അഥവാ ജ്ഞാനമുള്ളവനായിരുന്നു ഇസഹാക്ക്. ആരായിരുന്നു? ജ്ഞാനമുള്ളവനായിരുന്നു ഇസഹാക്ക്. ജ്ഞാനമുള്ള പ്രാർത്ഥിക്കുന്ന തികഞ്ഞ ഭക്തനായ ഇസഹാക്കിനെ ഒരു ചീള് ചെറുക്കം പറ്റിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ വേണ്ടി ആരും മെനക്കെടണ്ട. അവൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവന് പറ്റിക്കുവാൻ തക്കവണ്ണത്തും അപ്പനെ മയക്കിയ ഒരു അപ്പൻ ഉയരത്തിലുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ഇസഹാക്ക് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ, ഇസഹാക്ക് പറ്റിക്കപ്പെടുവാൻ തക്കവണ്ണം അന്നും തുറന്നൊരു സ്വർഗമുണ്ട്. യാക്കോബിന് വേണ്ടി തുറന്നൊരു സ്വർഗം. ആമേൻ. നിനക്ക് മുൻപിൽ നിൽക്കുന്നവർ, നിനക്കൊപ്പമുള്ളവർ എത്ര ശക്തന്മാരായിരുന്നാലും, അവരെത്ര കഴിവുകളുള്ളവരായിരുന്നാലും, അവരിൽ നിന്ന് വേണ്ടത് നിനക്ക് എത്തിച്ചു തരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അവരെ മണ്ടന്മാരാക്കും. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിങ്ങൾക്ക് ദൂത് മനസ്സിലായില്ല. ആമേൻ. വേദപുസ്തകത്തിനൊപ്പം സഞ്ചരിക്കാത്തതിന്റെ കുഴപ്പമാ. ആ അപ്പൻ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റത്തില്ലെന്നേ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയൊന്നും ആട്ടിൻ തോലൊന്നും വെച്ച് ഒരുത്തരെയും ഒരു അപ്പനെയും പറ്റിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗം തുറന്നിട്ട് ദൈവം പറഞ്ഞു, ഇസഹാക്കെ കുറച്ച് സമയം നിന്റെ സ്മെല്ല്, നിന്റെ മൂക്കിന്റെ കഴിവങ്ങ് പൊയ്ക്കോട്ടെ, നിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് അങ്ങ് പൊയ്ക്കോട്ടെ, നിന്റെ സ്പർശന ശേഷി തെറ്റായി നീ സെൻസ് ചെയ്യ്. ആമേൻ. എനിക്ക് ഒരുത്തനെ അനുഗ്രഹിക്കേണ്ടതുണ്ട്. ആമേൻ. എനിക്ക് ഒരുത്തനെ അനുഗ്രഹിക്കേണ്ടവനുണ്ട്. അവൻ ഇന്നോ ഇന്നലെയോ അനുഗ്രഹത്തിനായി വിളി തുടങ്ങിയവനല്ല, അവൻ ഉദരത്തിലേ വിളി തുടങ്ങിയവനാ. അവൻ അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേ അനുഗ്രഹത്തിനായി നിലവിളിച്ചവനാ. എനിക്ക് അവനെ അനുഗ്രഹിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. എനിക്ക് അവനെ അനുഗ്രഹിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തേ ഇല്ല. ആമേൻ സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഉൽപ്പത്തി പുസ്തകം 28:12 അല്പം മുമ്പ് ഞാൻ വായിച്ചു. ആമേൻ സ്തോത്രം. എന്താണ് നിങ്ങൾ കേട്ടത്? സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു. ആമേൻ സ്തോത്രം. ഞാൻ പറയും ആമേൻ, അവന്റെ അമ്മയുടെ ഉദരത്തിലായ സമയം മുതൽ സ്വർഗം തുറന്നു തന്നെ ഇരുന്നു. ഹല്ലേലൂയ. പക്ഷെ കണ്ടതെപ്പോഴാ?
ആമേൻ. സഹോദരൻ അടുത്തില്ലാതെ വന്നപ്പോ, അപ്പൻ അടുത്തില്ലാതെ വന്നപ്പോ, അമ്മ അടുത്തില്ലാതെ വന്നപ്പോ, ആമേൻ, സ്വർഗം കണ്ടു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ചിലരുടെ ജീവിതത്തിൽ വലിയ ഒറ്റപ്പെടൽ വരുന്നത് എന്തിനാണെന്നറിയാമോ? നീ തുറന്ന സ്വർഗം കാണാൻ വേണ്ടി. ആമേൻ, നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന സ്വർഗം നീ കാണാൻ വേണ്ടി. ആമേൻ. പലരും വിചാരിക്കുന്നത് നമ്മുടെ മുടുക്ക് കൊണ്ടെന്നാ, പലരും വിചാരിക്കുന്നത് നമ്മുടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും ഒരു വാഹനത്തിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഒരു വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. ആമേൻ, സ്തോത്രം. എങ്ങനെ എത്തുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ രാത്രികളിൽ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്നവൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയി വീട്ടിലെത്തിച്ചതെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ആ വണ്ടിക്കകത്തുള്ളവരും അതേ സ്ഥിതിയിൽ തന്നെയാണ്. ആമേൻ. മിടുക്കല്ല, കഴിവല്ല, തുറന്നൊരു സ്വർഗമുണ്ട്. ആമേൻ, സ്തോത്രം. ഒരുപാട് സ്വർഗത്തിൽ നിന്ന് കർത്താവ് വിളിക്കുക, നോക്കടാ സ്വർഗം തുറന്നിരിപ്പുണ്ട്, നീ ഒന്ന് നോക്ക്, കാണത്തില്ല. ആമേൻ. യാക്കോബ് പറഞ്ഞാണ്, എനിക്ക് യേശാവിനോടൊപ്പം കളിക്കണം, എനിക്ക് അമ്മയുടെ സ്നേഹം പറ്റണം, എനിക്ക് അപ്പൻ്റെ മകനാകണം, എനിക്ക് ദാസീദാസന്മാരോട് കൂടെ ആയിരിക്കണം. ആമേൻ. അവസാനം ഒറ്റയ്ക്കായപ്പോൾ സ്വർഗം തുറന്നു. ആമേൻ. തുറന്നതല്ല, അവൻ കണ്ടു. ആമേൻ, സ്തോത്രം. ചില ഒറ്റപ്പെടലുകൾ തുറന്ന സ്വർഗം കാണുന്നവരാക്കി നിങ്ങളെ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. ലൂസ് എന്ന മരുഭൂമിയിലെ ഏകാന്തത തുറന്ന സ്വർഗവും സ്വർഗത്തിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിതാവിനെയും കാണുവാൻ ഇടയാക്കിയെങ്കിൽ, ആമേൻ, എല്ലാവരും നഷ്ടപ്പെട്ട കഷ്ടത യോബിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ കാണുവാൻ ഇടയാക്കിയെങ്കിൽ, തീച്ചൂളയുടെ അനുഭവം ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ജീവിതത്തിൽ തീക്കകത്ത് നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ ഇടയാക്കിയെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ കഷ്ടത സർവശക്തനായ ദൈവം എவ்விധത്തിൽ നിങ്ങളെ പരിപാലിക്കുന്നു എന്ന് നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവരും കാണുവാനും അറിയുവാനും പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരേ, സ്തോത്രം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ, ആമേൻ, സ്തോത്രം, അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. സ്തോത്രം. അപ്പോൾ ഭംഗം വരുന്ന വിശ്വസ്തത ആരെയാ? ആമേൻ, തിരിച്ചറിയുക. സ്തോത്രം. നോക്കൂ, സ്തോത്രം. ഇതാ നിന്റെ രക്ഷ വരുന്നു, ഇതാ നിന്റെ രക്ഷ വരുന്നു. നോക്കുന്ന, കാണുന്ന, അറിയുന്ന സ്ഥാനങ്ങളിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ രക്ഷ വരുന്നു. സ്തോത്രം. ആ രക്ഷയെക്കുറിച്ച് ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായി ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ തോന്നും വേറെ ഒന്നും കിട്ടിയില്ലേ. ആമേൻ, സ്തോത്രം. കിട്ടാത്തത് കൊണ്ടല്ല, ഓരോ മെസ്സേജിന്റെ 4-ൽ 1 പോലും പ്രസംഗിക്കാൻ പറ്റാത്തത് കൊണ്ട്. ആമേൻ, സ്തോത്രം. നോക്കിയേ, ശ്രദ്ധിച്ചാട്ടെ. ഇത് ഞാൻ അലറി വിളിച്ചു പറയുന്നു എന്നല്ല, ആ വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, എന്ന് സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. ആമേൻ. നിന്റെ രക്ഷയെക്കുറിച്ച് ഭൂമിയുടെ അറ്റത്തോളം ഘോഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഏതെങ്കിലും 4 ആൾ കൂടുന്നിടത്തോ, നീ ഒറ്റയ്ക്കായിരിക്കുന്നിടത്തോ പറയുന്ന കാര്യമല്ല. ലോകത്തെ സാക്ഷി നിർത്തി എന്റെ ദൈവത്തിന് വിളിച്ചു പറയുവാനുള്ളത്, നിന്നെ അവൻ രക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. നിന്നെ അവൻ രക്ഷിക്കും. കരയുന്ന സഹോദര, കരയുന്ന സഹോദരി, നിന്നെ അവൻ രക്ഷിക്കും. എന്നെ കേട്ടായിരിക്കുന്ന പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളെ അവൻ രക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇത് എവിടെയെങ്കിലും നിന്ന് പറയുകയല്ല, എന്റെ ദൈവം ഭൂമിയുടെ അറ്റത്തോളം ഘോഷിച്ച് പറയുകയത്രേ. ഹല്ലേലൂയ. നിശ്ചയമായും നമ്മുടെ ദൈവം രക്ഷിക്കും. നിശ്ചയമായും നമ്മുടെ ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഇങ്ങനെ രക്ഷിക്കാം എന്ന് വെറും വാക്ക് പറയുന്നവനല്ല. പതിവ് പോലെ പിന്നെയും പറയട്ടെ, നമ്മുടെ ദൈവം വെറും വാക്ക് പറയുന്നവൻ അല്ല. സ്തോത്രം. ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ സ്തോത്രം ആൻസി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവൻ കൂടെ കാണും എന്ന് പറയുന്നവരൊക്കെ ശരിയാണ്. ഞാൻ പലരുടെയും ജീവിതങ്ങളിൽ കണ്ടിട്ടുണ്ട്. ആമേൻ. കൂടെ കാണുമെന്ന് പറയുന്നവർ ആയിരിക്കും വേഗത്തിൽ കാണാതെ പോകുന്നത്. ആമേൻ, സ്തോത്രം. ഒന്നും മിണ്ടാതെ നിൽക്കുന്നവരൊക്കെ കുറെ നേരം കൂടെ കാണും. ആമേൻ. ഈ കൂടെ കാണും എന്ന് പറയുന്നവർ, ഇത് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് ഈ മരണ വീടുകളിലൊക്കെയാണ്. മരണ ദുഃഖത്തിലായിരിക്കുന്നവരോടൊക്കെ ചേർത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കൂടെ കാണും, ഞങ്ങൾ കൂടെ കാണും, കൂടെ കാണും. ആമേൻ, സ്തോത്രം. കഞ്ഞി വെക്കുമ്പോൾ അവർ പോവും. ആമേൻ, ഹല്ലേലൂയ. ഇതൊന്നും പറയാത്തവർ കഞ്ഞി കുടിക്കാനെങ്കിലും നിൽക്കും. ആമേൻ. ഈ കൂടെ കാണുമെന്ന് പറയുന്നവർ പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? ഞാനിതാ പോവുകയാണ്. ആമേൻ, സ്തോത്രം. കൂടെ കാണുമെന്ന് പറയുമ്പോൾ തീരുമാനിച്ചോണം, അവൻ പോവാൻ സമയമായിട്ടുണ്ട്, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, അവൻ പോയിക്കൊണ്ടിരിക്കും. ആമേൻ, സ്തോത്രം. ലോകത്തിലെ മനുഷ്യർ അങ്ങനെയാണ്. കൂടെ കാണുമെന്ന് പറയും, പക്ഷേ അവർ കൂടെ കാണത്തില്ല. ആമേൻ. കൂടെ കാണുമെന്ന് പറയും, കൂടെ കാണത്തില്ല. ഈ സ്തോത്രം ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മരണ വീട്ടിൽ, അടുത്താണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അന്ന് 1.5 വർഷം മാത്രം വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകൊച്ച്, അവളുടെ ഭർത്താവ് മരിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കൂടെയുണ്ട്. അപ്പോൾ ഓരോരുത്തർ വന്ന് ആ കൊച്ചിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. കൊച്ച് കരയുക. എങ്ങനെ കരയാതിരിക്കുവാൻ കഴിയും? 6 മാസം പ്രായമുള്ള ഒരു പെൺകൊച്ച്, അവളുടെ അമ്മ, അവൾ വിധവയായി, ആ കുഞ്ഞ് അപ്പനില്ലാത്തവളായി. കരയാതിരിക്കാൻ പറ്റത്തില്ല, കരയുക.
എല്ലാവരും വന്ന്, ബന്ധുക്കളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് പറയുന്നു, മോളെ നീ ഒറ്റയ്ക്കല്ല, ഇനി ഞങ്ങളെല്ലാം ഉണ്ട്, ഒറ്റയ്ക്കല്ല, ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാവരും ഉണ്ട്. ആമേൻ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇത്രയും പേർ ഒരുമിച്ചുണ്ടല്ലോ. അപ്പോൾ ഈ ദുഃഖത്തെയൊക്കെ മറക്കുവാൻ കർത്താവ് അവൾക്ക് കൃപ നൽകും. ഇത്രയും പേരുടെ സാമീപ്യം അവളുടെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കും. ആമേൻ. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ കൂടെ ഉള്ളവർ പറഞ്ഞ വാക്ക് കേട്ട് ആ പെങ്കൊച്ച് പെട്ടിയും പ്രമാണവും വെച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. ഹല്ലേലൂയ. അവർ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് ശവക്കുഴി മാന്താൻ വേണ്ടിയാ. ആമേൻ. ലോകം നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറയുന്നത് നിങ്ങളുടെ അസ്ഥിവാരം തോണ്ടിയെടുത്ത് അതിനകത്ത് നിന്ന് വല്ലതും കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടി. ആമേൻ. ആരെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇവൻ പുറകെ തോണ്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പിന്നിൽ എന്തുണ്ട്? ഇന്നലകളിൽ എന്തായിരുന്നു? അവൻ അങ്ങനെ ആയിരുന്നു, അവൾ അങ്ങനെ ആയിരുന്നു. ആമേൻ. തോണ്ടി നടക്കുന്നവർ. ലോകം അങ്ങനെയാ. കൂടെ നടക്കാം, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ദൈവം അങ്ങനെയല്ല. നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനുള്ളത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ആ 2 കാര്യങ്ങൾ മനോഹരമായി ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്ഷിക്കുവാൻ വേണ്ട കൂലിയും രക്ഷപ്പെടുവാൻ വേണ്ട പ്രതിഫലവും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ട കൂലി ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ട പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരും. കൂലി, പ്രതിഫലം. ആമേൻ. സ്തോത്രം. കൂലി, പ്രതിഫലം. ഈ 2 വാക്കും കേട്ടാൽ ഒരുപക്ഷെ അല്പസ്വല്പം വിദ്യാഭ്യാസമുള്ളവർക്ക് മുതൽ ഒരു കാര്യം മനസ്സിലാകും. ഇത് രണ്ടും സാമാന്യ അർത്ഥത്തിൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. കൂലിയും പ്രതിഫലവും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. പക്ഷെ ബൈബിളിൽ രണ്ടും വ്യത്യസ്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂലി എന്താണെന്ന് നോക്കൂ. കൊരിന്ത് സഭയ്ക്ക് അപ്പോസ്തലൻ പൗലോസ് എഴുതുന്ന 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. അതവിടെ നിൽക്കട്ടെ. ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. എന്താണ് കൂലി? അധ്വാനത്തിന് ഒത്തവണ്ണം കിട്ടുന്നതാണ് കൂലി. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിന് സ്തോത്രം നമുക്ക് കിട്ടുന്നതാണ് കൂലി. ആ അധ്വാനത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്നതാണ് കൂലി. എങ്ങനെ? അധ്വാനത്തിന് ഒത്തവണ്ണമുള്ള കൂലി ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കും. നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നവരാണെങ്കിൽ അതിനൊത്തവണ്ണം കിട്ടും. നമ്മൾ അല്പം അധ്വാനിക്കുന്നവരാണെങ്കിൽ അതിനൊപ്പമുള്ളവർ. ശ്രദ്ധിക്കണമേ. ആമേൻ. സ്തോത്രം. അപ്പോൾ അധ്വാനിക്കുന്നതിന് ഒത്തവണ്ണമുള്ളത് ലഭിക്കും കൂലിയായി തന്നെ. തൊട്ടുമുകളിൽ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൂലി എന്തിനാണ് കിട്ടുന്നത്? ആമേൻ. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് കൂലി കിട്ടുമെന്ന് സ്തോത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ കർത്താവിൻ്റെ വേല ചെയ്യുമെങ്കിൽ നിനക്ക് അതിനൊത്ത കൂലി ആര് തരും? ദൈവം തരും. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, നീ കർത്താവിൻ്റെ വേല ചെയ്യുമെങ്കിൽ. അപ്പോൾ നിങ്ങൾ പറയും, ദൈവദാസനെ നിങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങളെല്ലാം പെട്ടുപോയി, നിങ്ങൾ മാത്രം വേല ചെയ്യുന്നു, ഞങ്ങളൊന്നും വേലക്കാരല്ല. അല്ല. ആമേൻ. നീ കർത്താവിന് വേണ്ടി സ്തോത്രം ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവവേലയാണ്. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ തളർന്നിരിക്കുന്ന ഒരാളിനെ ആശ്വസിപ്പിക്കുന്നത് ദൈവവേലയാണ്. കർത്താവിൻ്റെ നാമത്തിൽ പിന്മാറിപ്പോയ ഒരുവനെ മടക്കി വരുത്തുന്നത് ദൈവവേലയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ സ്തോത്രം അനേകർക്ക് വേണ്ടി നിൽക്കുന്നത് ദൈവവേലയാണ്. അങ്ങനെയെങ്കിൽ അതിന് കൂലിയുണ്ട്. ആമേൻ. സ്തോത്രം. നീ ആർക്കെങ്കിലും ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ആർക്കെങ്കിലും വേണ്ടി ദൈവനാമത്തിൽ ഉള്ളുരുകിയിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ നീ ആർക്കെങ്കിലും ദൈവനാമത്തിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്. ആമേൻ. ദൈവവേലയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നീ അപ്പന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂലിയുണ്ട്, അതിന് കൂലിയുണ്ട്, അതിന് കൂലിയുണ്ട്. ആ കൂലിയെ കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആമർത്തി കുലിക്ക് കവിയുന്നൊരളവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആ കൂലി എന്തിന് കാരണമായി തീരും? രക്ഷയ്ക്ക് കാരണമായി തീരുമെന്നാ പറഞ്ഞ. ആമേൻ. എന്താ? രക്ഷിക്കും. ഇതാ നിന്റെ രക്ഷ വരുന്നു. നീ രക്ഷപ്പെടുവാൻ വേണ്ട കൂലി ഇന്നലകളിലെ നിന്റെ പ്രാർത്ഥന, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആമേൻ കൂലിയായിട്ട് ഞാൻ തരുന്നു. ആമേൻ. സ്തോത്രം. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒത്തിരി പേർക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഒത്തിരി പേർക്ക് വേണ്ടി ഇടിവിൽ നിന്നിട്ടുണ്ടെങ്കിൽ, നീ ഒത്തിരി പേർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂലിയുണ്ട്. ആമേൻ. ഈ ലോകത്തിലെ കൂലി, ഈ ലോകത്തിൽ നിങ്ങൾ അധ്വാനിച്ച്, ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട്
പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലി നിങ്ങളെ എത്രത്തോളം ഉയർത്തും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സമ്മാനിക്കും, എനിക്കതറിയത്തില്ല. എന്നെക്കാൾ നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ നാമത്തിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൂലി നിന്നെ ഏറ്റവും ഉയർത്തും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കൂലി നിന്നെ ഏറ്റവും ഉയർത്തും. നീ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രാർത്ഥന ശാഖ തകർന്നുകൊണ്ടിരിക്കുന്ന ദേശത്തിലെ യൗവനക്കാർക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, തകർന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു കൂലിയുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആ കൂലിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ, സ്തോത്രം. ഈ 2024 പ്രാരംഭ മാസം ജിത്തുവിന്റെ ഭവനത്തിനകത്ത് സ്തോത്രം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അവനോട് പറയുവാൻ തന്ന മഹത്വമേറിയ ആലോചനയാണത്. ആമേൻ, സ്തോത്രം. യോബിനോട് ദൈവം പറയുക, യോബേ, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാൽ കൽപ്പനയാണ്. ആമേൻ, സ്തോത്രം. നീ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. സഭയെ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. നിന്റെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ആമേൻ. അങ്ങനെ യോബിനോട് പറയുക, യോബേ, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ വേണമെങ്കിൽ യോബിന് നമ്മളെ പോലെ ചിന്തിക്കാം. നമ്മൾ എന്ത് ചിന്തിക്കും? ഞാനേ പെട്ട് കിടക്കുക, ഞാനേ കഷ്ടത്തിൽ കിടക്കുക, ഞാനേ ഇവിടെ കിടന്ന് വണ്ടിക്കാള വലിച്ചുകൊണ്ട് പോകും പോലെ കഷ്ടത വലിച്ചുകൊണ്ട് പോകുക, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വേണം അവൻ. ആമേൻ, സ്തോത്രം. അതിനൊന്നും അല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വണ്ടിക്കാല വലിക്കുമ്പോഴുള്ള ഭാരത്തിന്റെ കാര്യം പറയാനല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അത് കൽപ്പന. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ കഷ്ടതയിൽ നിന്ന് പുറത്തു വരണോ, പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി മാത്രമല്ല, സ്തോത്രം. ആമേൻ. കരയുന്ന ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കളിയാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മത്സരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദേശത്തിൽ വിരോധമായി എഴുന്നു നിൽക്കുന്ന അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലമുണ്ട്. ആമേൻ, സ്തോത്രം. യോബിനെല്ലാം ഇരട്ടിയായി കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞാൽ പ്രിയരെ, പലപ്പോഴും എനിക്ക് വലിയ സന്തോഷവും തോന്നിയിട്ടില്ല. പക്ഷേ യോബിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത 2 ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. അത് പറയുമ്പോഴും നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ തോന്നും, ഇവൻ ഇപ്പോഴും സ്വർണ്ണത്തോടാണ് താല്പര്യം. ആമേൻ, സ്തോത്രം. ആ സ്വർണ്ണത്തോടുള്ള താല്പര്യം കൊണ്ടല്ല. ആമേൻ. ഇത് ആരെ കൊണ്ടാ കൊടുപ്പിച്ചത്? ആമേൻ, ഹല്ലേലൂയ. അതുവരെ യോബിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവനൊക്കെ അവന്റെ വീട്ടിൽ പോയി നല്ല സ്വർണം കൊണ്ട്, ആമേൻ. യോബിന്റെ അടുത്ത് പന്ന സ്വർണ്ണമൊന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ അംബാനിയുടെ മോന്റെ കല്യാണത്തിന് പോയിട്ട് സാധാ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് പറ്റിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെയാ യോബിന്റെ അടുത്ത് കൊണ്ടുപോയി ഏതെങ്കിലും റോൾഡ് ഗോൾഡ് ഒന്നും കൊടുത്ത് പറ്റിക്കാൻ പറ്റത്തില്ല. നല്ല സ്വർണം, തനി തങ്കം, വീട്ടിലുള്ള ഏറ്റവും നല്ല സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി യോബിന്റെ കയ്യിൽ കൊണ്ടു കൊടുപ്പിച്ച മഹത്വം കൊടുത്ത ഒരു കർത്താവ്. നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ മുൻപിൽ ദേശം നിൽക്കുന്ന ഒരു നാൾ വരും. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഭയെ ദൂത, എന്നെ കേൾക്കുന്ന പ്രൈസ് ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളോടുള്ള ദൂത, നിങ്ങൾ എവിടെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? നീ ആയിരിക്കുന്ന രാജ്യത്ത് നിനക്കൊപ്പമുള്ള, ഓ സ്തോത്രം, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടി. അവർ ശത്രുക്കളാകാം, ജോലി സ്ഥലത്ത് കൂടെയുള്ളവർ ശത്രുക്കളാകാം, ഉപദ്രവിക്കുന്നവരാകാം, അപമാനിക്കുന്നവരാകാം. ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്. അവർ തന്നെ നിനക്ക് വേണ്ടി മോതിരം ഒരുക്കും. ആമേൻ. റാധന ശക റദരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോർഗന, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് കൂലിയുണ്ട്. ഹല്ലേലൂയ. ആ കൂലി നിന്നെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. ആ കൂലി നിന്നെ രക്ഷപ്പെടുത്തും. ആമേൻ. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കുടുംബം നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. എത്ര തന്നെ അതിനെ ചവിട്ടി തേച്ചാലും എവിടെ നിന്നെങ്കിലും ഒരു മുളയായി അത് മുളച്ചു വരും. ആമേൻ. ഈ കാലഘട്ടത്തിൽ അനേക ദൈവദാസന്മാർക്കൊപ്പം നിൽക്കുന്ന സാക്ഷ്യമാ വിളിച്ചു പറഞ്ഞത്. ചവിട്ടി തേച്ചാലും നശിപ്പിച്ചാലും അവിടെ നിന്ന് പുതിയൊരു മുളയായി ശത്രു ചവിട്ടി തേച്ചിട്ടിരിക്കുക, മനുഷ്യൻ ചവിട്ടി തേച്ചിട്ടിരിക്കുക. ഇനി പുറത്തു വരത്തില്ല, തലമുറ പുറത്തു വരത്തില്ല, നന്മ പുറത്തു വരത്തില്ല, അനുഗ്രഹം പുറത്തു വരത്തില്ല, നല്ലത് പുറത്തു വരത്തില്ല. നീ മറ്റുള്ളവർക്ക് വേണ്ടി കരയുന്നവനെങ്കിൽ, നീ മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടുന്നവനെങ്കിൽ, നീ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവനെങ്കിൽ, നീ ദൈവവേലയ്ക്ക് വേണ്ടി നീട്ടിയിട്ടുള്ളവനെങ്കിൽ, നീ കർത്താവിന്റെ നാമത്തിൽ വിശ്വസ്തയോടെ നിന്നവനെങ്കിൽ, ചവിട്ടി തേച്ചെടുത്തു നിന്ന് പുതിയ മുളകളെ മുളപ്പിക്കുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. രക്ഷിക്കുന്ന കൂലി. ആമേൻ. സ്തോത്രം. ദൈവം കൂലി തന്ന് നിന്നെ രക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം കൂലി തന്ന് നിന്നെ രക്ഷിക്കും. ഇതാ നിന്റെ കൂലി വരുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കുക, യാക്കോബേ നിനക്ക് ഏത് വകുപ്പിനാടാ കൂലി കിട്ടിയേ? ആമേൻ. സ്തോത്രം. യാക്കോബ് പറയും, ആമേൻ, ഞാൻ വിട്ടുകൊടുക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ കൂലി എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ആമേൻ. ഞാൻ ഇന്ന് വരെ ചിലത് വിട്ടുകൊടുത്തിട്ടില്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിലെ എനിക്ക് കിട്ടിയ ഒരു ചിന്തയുണ്ട്, എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാടുണ്ട്, അത് ഞാൻ ഇന്ന് വരെ വിട്ടുകൊടുത്തിട്ടില്ല. നീ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ദൈവം നിന്റെ കൈവിടത്തില്ല. ആമേൻ. നീ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, നിന്റെ ദർശനത്തെ നീ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തെ നീ ആമേൻ, തട്ടി കളഞ്ഞ ആ ദർശനത്തെ പൊടി തട്ടിയെടുക്ക്. ആമേൻ. യോസഫേ, ആ ദർശനത്തെ പൊടിതട്ടിയെടുക്ക്. ദർശനമുണ്ടേൽ ആ പൊട്ടക്കുണറ്റിനകത്ത് നീ സ്തോത്രം തീർന്നു പോകത്തില്ല. യോസഫേ, ദർശനമുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ പിന്നാലെ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ദർശനമുണ്ടെങ്കിൽ യോസഫേ, പോത്തീഫറിന്റെ ഭവനത്തിനകത്ത് നീ തീരത്തില്ല. ദർശനമുണ്ടെങ്കിൽ യോസഫേ, കാരാഗ്രഹത്തിനകത്ത് നീ തീരത്തില്ല. ആമേൻ. ആ ദർശനം തന്നവൻ ആ ദർശനത്തെ വയ്ക്കുവാനുള്ള ഒരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ദർശനത്തെ മുറുകെ പിടിക്കുക, നിന്റെ വാഗ്ദത്തത്തെ മുറുകെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കൂലി തന്ന് രക്ഷിക്കും. കൂലി തന്ന്. ആമേൻ. നമുക്ക് കിട്ടുന്ന ഭാഗ്യമാ പ്രിയരെ. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആർക്കെങ്കിലും വേണ്ടി കരയുവാൻ, തളർന്നിരിക്കുന്ന ഒരാളിനെ ഒരു വാക്ക് പറഞ്ഞെങ്കിലും ആശ്വസിപ്പിക്കുവാൻ ഒരു അവസരം കിട്ടിയാൽ വിട്ടുകളയരുതേ. ആമേൻ. സ്തോത്രം. അവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ ഒരു അവസരം കിട്ടിയാൽ വിട്ടുകളയരുതേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും അമ്മയുമായിട്ട് RCCയിൽ പോകുമ്പോൾ സ്തോത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം. ആമേൻ. സ്തോത്രം. അമ്മ ഇരിക്കുന്നതിൻ്റെ അടുത്ത് സ്തോത്രം ഞങ്ങൾ നിൽക്കും. അമ്മ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിലായിരിക്കുന്നത്. സ്തോത്രം. എന്നാലും അതിനടുത്ത് ആമേൻ. സ്തോത്രം. ഒരാൾ തളർന്ന് നിരാശയോടെ ആയിരിക്കുമെങ്കിൽ ഒരു മടിയും കൂടാതെ എൻ്റെ കൂട്ടത്തിരിക്കുന്നത് രോഗിയാണെന്ന് ചിന്തിക്കാതെ ഞാൻ പറയും, പ്രാർത്ഥിക്ക്. ഞാനും പ്രാർത്ഥിക്കാം. യേശു അപ്പം സൗഖ്യം തരും. ആമേൻ. സ്തോത്രം. യേശു സൗഖ്യമാക്കും. യേശു പ്രവർത്തിക്കും. യേശു പ്രവർത്തിക്കും. ആമേൻ. സ്തോത്രം. അത് കേട്ട ഉടനെ അവർ പേഴ്സ് തുറന്ന് എന്തെങ്കിലും തന്നോ തന്നില്ലേ എന്നല്ല, അവർ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് കൂലിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ കൂലി തരുവാൻ ഒരു ദിവസം സ്വർഗം തുറക്കും. ആമേൻ. ഹല്ലേലൂയ. ആ കൂലി അമർത്തി കുലുക്കി കവിയുന്ന ഒരളവായി തരുവാൻ വേണം സ്വർഗം തുറക്കും. നോക്കൂ, തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് തനിക്ക് ശേഷം തന്റെ വേലയ്ക്കായി ഇറങ്ങുവാൻ പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുക, ആമേൻ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ. ആമേൻ. തന്റെ കൂലിക്ക് യോഗ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ യോഗ്യരാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ യോഗ്യരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂലിക്ക് യോഗ്യരാണ്. നിങ്ങൾ കൂലിക്ക് യോഗ്യരാണ്. ആരും ഒരു അയോഗ്യത കൽപ്പിച്ച് നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. നിങ്ങളുടെ കൂലി നിങ്ങൾക്ക് നിശ്ചയമായും ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കണമേ, തുടർന്ന് രണ്ടാമതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതിഫലം. ആമേൻ. ഒന്ന് കൂലി. എന്തിനാ? രക്ഷ വരിക. ആമേൻ. കൂലി തന്ന് ദൈവം രക്ഷിക്കും. രണ്ടാമതായി പ്രതിഫലം. പ്രതിഫലം. പ്രതിഫലം എന്താണ്? പിന്നെയും പറയാം, ഒരുപക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രതിഫലവും കൂലിയും ഒന്നായിട്ട് തോന്നും. പ്രതിഫലവും കൂലിയും ഒന്നായല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അവിടെ നിൽക്കട്ടെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമാകുന്ന പ്രതിഫലം എൻ്റെ ദൈവം തരും. നീ ദൈവത്തെ അന്വേഷിച്ചത് നിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രതിഫലം തരും. അല്ല, ദൈവം പ്രതിഫലം തന്ന് നിന്നെ രക്ഷിക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം പ്രതിഫലം തന്ന് നിങ്ങളുടെ ജീവിതങ്ങളെ രക്ഷിക്കും. ദൈവം പ്രതിഫലം തന്ന് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും. ദൈവം പ്രതിഫലം തന്ന് നിങ്ങളുടെ തലമുറയെ രക്ഷിക്കും. ദൈവം പ്രതിഫലം തന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും. ദൈവം പ്രതിഫലം
തന്ന് നിങ്ങളുടെ നന്മകളെ നഷ്ടപ്പെട്ടു പോകാതെ രക്ഷിക്കും. ദൈവം പ്രതിഫലം തന്ന് നിന്റെ ഭവനത്തെ രക്ഷിക്കും. ദൈവം പ്രതിഫലം. യേശുവിൻ നാമത്തിൽ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നീ ആരാധിച്ച ആരാധനയ്ക്ക് പ്രതിഫലമുണ്ട്. നീ സ്തുതിച്ച സ്തുതിക്ക് പ്രതിഫലമുണ്ട്. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന നിൽപ്പിന് പ്രതിഫലമുണ്ട്. നീ ദൈവസന്നിധിയിൽ ഇരുന്ന ആ ഇരിപ്പിന് പ്രതിഫലമുണ്ട്. നീ ദൈവസന്നിധിയിൽ മടി കൂടാതെ കടന്നു വന്നതിന് പ്രതിഫലമുണ്ട്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തിയതിന് പ്രതിഫലമുണ്ട്. ഓ റിധാന യേശുവിൻ നാമത്തിൽ പലരും ചിന്തിക്കുന്നുണ്ട്, എനിക്ക് അപ്പുറത്തിരിക്കുന്നവരെ പോലെ ആരാധിക്കുവാൻ പറ്റുന്നില്ല, എനിക്ക് അപ്പുറത്തിരിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. കേൾക്ക്, നിന്റെ പ്രാർത്ഥനയുടെ കാര്യത്തെക്കുറിച്ചല്ല. നീ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. നീ സർവശക്തനായ ദൈവത്തെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. നീ രക്ഷപ്പെടുന്ന പ്രതിഫലം, നിന്റെ കുടുംബം രക്ഷപ്പെടുന്ന പ്രതിഫലം, നിന്റെ ജീവിതം മാറുന്ന പ്രതിഫലം. നീ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല. സഭയെ നിങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല. നിങ്ങൾ ഉപവസിച്ചത് വെറുതെ അല്ല. നിങ്ങൾ കരഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചത് വെറുതെ അല്ല. അതേ, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ പ്രതിഫലം രക്ഷയായി വരിക. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷയായി നിന്റെ പ്രതിഫലം. ഓ റീധാര ശഖാരതരെ ശന്ധാർഗന യേശുവിൻ നാമത്തിൽ ചിലർ ആ പ്രതിഫലം പ്രാപിക്കുക. ഇതിനകത്ത് ഓ സ്തോത്രം, നീണ്ട നാളുകളായി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ ആ പ്രതിഫലം പ്രാപിക്കുക. കുടുംബത്തിനകത്ത് സമാധാനമായ ആ പ്രതിഫലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ പ്രതിഫലവുമായി സ്വർഗം തുറക്കുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ സ്വർഗം തുറക്കുക. ഓ റീതാരാധന ശഖാരതരെ ശന്ധാർഗന സ്വർഗം തുറക്കുക. സ്വർഗം തുറക്കുക. നിനക്കുള്ള പ്രതിഫലമായി ഓ സ്തോത്രം, നീ രക്ഷപ്പെടുവാൻ, നിന്നെ രക്ഷിക്കുവാനായി സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയക്കുക. യേശുവിൻ നാമത്തിൽ ലൂസ് എന്ന മരുഭൂമിയിൽ നീ തളർന്നു പോകാതിരിക്കുവാൻ, ലൂസ് എന്ന മരുഭൂമിയിൽ നിന്റെ ചാപ്റ്റർ അവസാനിച്ചു പോകാതിരിക്കുവാൻ, നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞു നിർത്താതിരിക്കുവാൻ, അവരുടെ ഓർമ്മയുടെ വിസ്മൃതിയിൽ നീ ഇട്ടുകളയപ്പെടാതിരിക്കുവാൻ, ചവറ്റുകുട്ടയിലിട്ട് ഓ സ്തോത്രം, നീയൊന്നും രക്ഷപ്പെടത്തില്ല, നീയൊന്നും നല്ലത് കാണത്തില്ല, നിന്റെ ഒന്നും ജീവിതത്തിൽ നല്ലതുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവർ ചിലത് അവസാനിപ്പിക്കാതിരിക്കുവാൻ പുതിയൊരധ്യായം തുറക്കുവാൻ സ്വർഗം തുറക്കുക. ഓ റീധാന ശഖ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പുതിയൊരധ്യായം തുറക്കുവാൻ നിന്റെ തൊഴിലിടത്തിൽ പുതിയൊരധ്യായം തുറക്കുവാൻ, നിന്റെ കുടുംബ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കുവാൻ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ പുതിയൊരു അധ്യായം തുറക്കുവാൻ യേശുവിൻ നാമത്തിൽ ഓ സ്തോത്രം. അവൻ എന്നെ കബളിപ്പിച്ചുവോ, യാക്കോബ് എന്നെ കബളിപ്പിച്ചുവോ, യാക്കോബ് എന്നെ പറ്റിച്ചുവോ എന്ന് ഭയന്നായിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഇസഹാക്ക് എന്ന അപ്പനോട് സ്വർഗം പറയുക, നിന്റെ മകന് വേണ്ടി ഞാൻ സ്വർഗം തുറന്നു കൊടുത്തിട്ടുണ്ട്. നിന്റെ മകനൊരു മടങ്ങി വരവുണ്ട്, നിന്റെ തലമുറയ്ക്ക് ഒരു മടങ്ങി വരവുണ്ട്. ഇസഹാക്കേ, പ്രാർത്ഥിക്കുന്ന ഇസഹാക്കേ, ആരാധിക്കുന്ന ഇസഹാക്കേ, നിന്റെ തലമുറ ഇതായിരിക്കുന്ന മരുഭൂമിയിൽ അവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. അവനൊരു മടങ്ങി വരവുണ്ട്. വടിയോടുകൂടെ പുറപ്പെട്ടു പോയ, ഒപ്പമുള്ളവരെല്ലാം വെറുപ്പിച്ച് പുറപ്പെട്ടു പോയ, പലരിൽ നിന്നും അകന്നു പോയ നിന്റെ തലമുറയ്ക്കൊരു മടങ്ങി വരവുണ്ട്. യേശുവിൻ നാമത്തിൽ രണ്ട് വലിയ കൂട്ടവുമായി ആമേൻ, ഹല്ലേലൂയ. വടി നീളം കുറയ്ക്കുവാൻ ഇരിക്കുന്നവർ ഇരിക്കണ്ട, ആരാധിക്കണ്ട. നീ രണ്ട് വലിയ കൂട്ടത്തെ സ്വപ്നം കാണുന്നുവെങ്കിൽ വിളിച്ചു പറയ്, ഓ സ്തോത്രം, അപ്പാ എനിക്കൊരു മടങ്ങി വരവ് വേണം, എന്റെ ഭവനത്തിലേക്ക് എനിക്കൊരു മടങ്ങി വരവ് വേണം. എന്റെ നാട്ടുകാരുടെ മധ്യത്തിൽ, എന്റെ വീട്ടുകാരുടെ മധ്യത്തിൽ, എന്റെ ബന്ധുക്കളുടെ മധ്യത്തിൽ, എന്റെ ചാർച്ചക്കാരുടെ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ വിളിച്ചു പറയട്ടെ. ആമേൻ, സ്തോത്രം. പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ മരുഭൂമിയെങ്കിൽ മരുഭൂമി, കല്ല് തലയണമെങ്കിൽ തലയണ. ഞാൻ ദൂതന്മാരെ വിട്ട് നിന്നെ ഉറക്കാമെന്ന് പറയുന്ന ഒരു ദൈവമല്ല, നിന്റെ ഉറക്കത്തെ കളയുന്ന ഒരു ദൈവം. നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുന്നത് വരെ ഉറങ്ങരുത്.
റാധിയ ശാഖാറഥരെ സ്വർഗം തുറക്കുക. ആമേൻ. നിന്നോട് സംസാരിക്കുവാനുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ഓ റീധാര ശാഖാറഥരെ ശന്ധാരകന. ആമേൻ. സ്വർഗത്തിൽ നിന്ന് മെസ്സഞ്ചർമാർ വരിക, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വരിക, സഭയ്ക്കകത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വരിക, ദൂതന്റെ ശബ്ദം കേൾക്കുക. ഓ നാമത്തിൽ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. നീ ദൂതന്റെ ശബ്ദം കേൾക്കുക, നീ ദൂതന്റെ ശബ്ദം കേൾക്കുക. ആമേൻ. ഹല്ലേലൂയ. ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥ മാറുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ദേശത്തിന്റെ അവസ്ഥയെ മാറ്റുന്ന, കുടുംബങ്ങളുടെ അവസ്ഥയെ മാറ്റുന്ന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ, ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൂതന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. സ്വർഗത്തിലെ ദൂതന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ദൂതന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. തുറന്നിരിക്കുന്ന സ്വർഗം ദൂതന്റെ വിസിറ്റേഷൻ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ ഈ മരുഭൂമി മാറും. ഓ യാക്കോബേ, ഈ മരുഭൂമി മാറും. ദൂതൻ സംസാരിക്കുക. യാക്കോബേ, ഈ മരുഭൂമി മാറും, ഈ മരുഭൂമി മാറും. ഇത് നിനക്ക് മുൻപ് വരെ ആ മരുഭൂമി, ഇനി ഇത് മരുഭൂമിയല്ല, ഇനി ഇത് ദൈവത്തിന്റെ ഭവനമാ, ഇനി ഇത് ബേഥേല, ഇനി ഇത് ബേഥേല. ആമേൻ. നിന്റെ ഭവനത്തിന്റെ പേര് മാറുക. കരഞ്ഞ് തളർന്നു കിടക്കുന്ന യേശുവിൻ നാമത്തിൽ ഏത് സമയവും കരഞ്ഞ് നിലവിളിച്ച്, ഏത് സമയവും സങ്കടം പറഞ്ഞ്, ഏത് സമയവും പരാതി പറഞ്ഞ് നിരാശയോടെ കിടക്കുന്ന, നീ തളർന്നു കിടക്കുന്ന അതേ സ്തോത്രം, ആ ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥ, ആ ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആ ലൂസ് എന്ന മരുഭൂമിയുടെ അവസ്ഥ മാറുക. ചില ഭവനങ്ങളുടെ പേർ മാറുക. ബഥേൽ, ബഥേൽ, ബഥേൽ. യേശുവിൻ നാമത്തിൽ. ചില വ്യക്തികളുടെ പേർ മാറുക. ചില വ്യക്തികളുടെ പേർ യേശുവിൻ നാമത്തിൽ. ആ ദൈവശക്തി പ്രാപിച്ചാട്ടെ. റീധാന പ്രാപിക്കുവാൻ തക്കവണ്ണം, പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം. റാധാന ശാഖ. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൂതൻ നിന്നോട് സംസാരിക്കുക. സ്തോത്രം. തുറന്ന സ്വർഗത്തിന് കീഴിലാ നീ. ആമേൻ. ഈ മരുഭൂമിയിൽ നീ ഒറ്റയ്ക്കല്ല, സ്വർഗം തുറന്നിട്ടുണ്ട്. ദീർഘനാളായി നിന്നെ പിന്തുടരുന്ന സ്വർഗം. നീ ചിലതും പിടിച്ചു ഓടിയ ഓട്ടമുണ്ടല്ലോ, നീ ചിലതും പിടിച്ചു ഓടിയ ഓട്ടമുണ്ടല്ലോ, നീ ചില വാക്തത്വങ്ങളും പിടിച്ച് ഓടിയ ഓട്ടമുണ്ടല്ലോ, നീ കേട്ട വാക്തത്വങ്ങളും പിടിച്ച് ഓടിയ ഓട്ടമുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഓടി തുടങ്ങിയത് മുതൽ, ഓടി തുടങ്ങിയത് മുതൽ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നിരിക്കുക. നിന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. ഈ സമയം വരെ അത് നിന്റെ കൈക്കകത്തുണ്ടെങ്കിൽ ഇനി അത് നഷ്ടപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുവാൻ, നിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുവാൻ യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അന്യഭാഷകളിൽ കർത്താവിന് യേശുവിൻ നാമത്തിൽ അധരങ്ങളെ വിട്ടുകൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. നീ ദൂതനോട് സംസാരിക്കുവാൻ പോകുക. സ്തോത്രം. എന്നോടല്ല, അന്യഭാഷയിൽ, ദൈവത്തിന്റെ ഭാഷയിൽ, ദൂതന്മാരുടെ ഭാഷയിൽ, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ പോകുക. രണ്ട് വാക്കല്ല, രണ്ട് വാക്കല്ല. നിന്റെ അപ്പനോട് നീ സംസാരിക്കുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അധരങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അധരങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം, അസാധാരണമായൊരു ദൈവ പ്രവൃത്തി മരുഭൂമിയുടെ അവസ്ഥ മാറ്റുന്ന, മരുഭൂമിയുടെ അവസ്ഥ മാറ്റുന്ന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അസാധാരണമായൊരു ദൈവ പ്രവൃത്തി. താങ്ക് യു ലോർഡ്. പകരുന്ന കൃപയ്ക്കായി, അങ്ങ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, അകത്തും പുറത്തും. രോഗികൾ സൗഖ്യമാകും വിധത്തിൽ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. കിടക്കയിലായി പോയവർ എഴുന്നേൽക്കും വിധത്തിൽ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. തകർന്നവർ, തളർന്നവർ ശക്തി പ്രാപിക്കും വിധത്തിൽ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ രണ്ടു കൂട്ടത്തെ യാക്കോബേ, ആ വടിയുടെ നീളം കുറയ്ക്കുന്നവനല്ല, രണ്ട് വലിയ കൂട്ടത്തെ മേയ്ക്കുവാൻ തക്കവണ്ണം നിന്റെ വടിയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കഷ്ടതയല്ല പിന്നാലെ വരുവാനുള്ളത്,
പിന്തുടർന്ന് വരുവാനുള്ളത് കണ്ണുനീരല്ല, പിന്തുടർന്ന് വരുവാനുള്ളത് വേദനയല്ല, പിന്തുടർന്ന് വരുവാനുള്ളത് നിരാശയല്ല, പിന്തുടർന്ന് വരുവാനുള്ളത് കഷ്ടമല്ല, മഹത്വം പിന്തുടരുക. മുകളിൽ തുറന്ന സ്വർഗമുള്ളത് കൊണ്ട്, ഓ താങ്ക് യു ലോർഡ്, തുറന്ന സ്വർഗത്തിൻ കീഴിലായിരിക്കുന്ന പ്രിയരെ, മഹത്വം പിന്തുടരുക, മഹത്വം പിന്തുടരുക. അവൻ രക്ഷിക്കും, അവൻ രക്ഷിക്കും, കൂലി തന്ന് രക്ഷിക്കും, പ്രതിഫലം തന്ന് രക്ഷിക്കും. യേശുവിൻ നാമത്തിൽ നല്ല കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പകരപ്പെടുന്ന ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ ശക്തിയേറെ സാന്നിധ്യത്താൽ ഇവരങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി, വ്യക്തിപരമായി ഇവരോട് ഇടപെടുന്ന കൃപയ്ക്ക്, ആരാധന ശഖ ഹൃദയ സന്ധാരകന ആത്മസാന്നിധ്യത്താൽ നിറയ്ക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ആ സാന്നിധ്യത്താൽ ഇവരെ മൂടുന്ന കൃപയ്ക്ക്, ഓ പ്രാർത്ഥന ശഖ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൊപ്പമായി ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂലി അങ്ങ് നൽകണമേ അപ്പാ. അങ്ങയ്ക്ക് വേണ്ടി നീട്ടിയതിന്, അങ്ങയ്ക്ക് വേണ്ടി കൊടുത്തതിന്, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയതിന് കൂലി നൽകണമേ കർത്താവേ. അങ്ങേ അന്വേഷിച്ചതിന് പ്രതിഫലം നൽകണമേ അപ്പാ. പ്രതിഫലവും കൂലിയും രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ച്, ഈ ആഴ്ച മുഴുവൻ തുറന്ന സ്വർഗത്തിന് കീഴിൽ, ഈ ആഴ്ച മുഴുവൻ ഉയർച്ച പ്രാപിച്ച കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം ഇവർക്ക് അങ്ങ് അവസരം നൽകിയാട്ടെ. ഇതവരുടെ അത്ഭുതത്തിന്റെ ആഴ്ചയായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കണ്ട, വൈകുന്നേരം 3 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സ്തോത്രം വൈകുന്നേരത്തെ സെക്ഷൻ ആരാധന നെയ്യാറ്റിൻകര, അമരവിള, താന്നിമൂട് MS പ്ലാസയുടെ താഴെയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര, അമരവിള, താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.